നമസ്കാരം, വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. ഇന്ന് നമ്മളുള്ളത് ഒരു സ്പെഷ്യൽ ലെജൻഡോ ആയിട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം നിസാന്റെ പഴയ മോഡൽ പെട്രോൾ. ആക്ച്വലി ഇത് പഴയ മോഡലല്ല, ബ്രാൻഡ് ന്യൂ വെഹിക്കിൾ ആണ്. ഈ ഒരു വർഷം 2024 വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ, 2016-17 തൊട്ടിട്ടാണ് ഈ ഒരു പഴയ മോഡൽ സൂപ്പർ സഫാരി മാനുഫാക്ചർ ചെയ്ത് വീണ്ടും തുടങ്ങിയത്. കാരണം GCCയിൽ ഇതിനുള്ള ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവലാണ്. സോ അങ്ങനെയുള്ള ഒരു റിക്വസ്റ്റുകൾ കൂടി നിസാൻ എന്ത് ചെയ്തു, നിസാൻ മിഡിൽ ഈസ്റ്റ് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നിസാൻ ഗ്ലോബലിനോട് സംസാരിച്ചിട്ട് വേൾഡ് വൈഡ് അവരുടെ മാനേജ്മെന്റ് ഒരു ഡിസിഷൻ എടുത്തു, ബ്രിങ് ബാക്ക് ദ സൂപ്പർ സഫാരി എന്ന് പറഞ്ഞിട്ട്. സോ Y61 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വീണ്ടും അവർ മാനുഫാക്ചർ ചെയ്തിട്ട് വീണ്ടും പുതിയതായിട്ട് ബ്രാൻഡ് ന്യൂ ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ തുടങ്ങി. അതാണ് ഇപ്പം നമ്മളുടെ കൂടെയുള്ള ഈ ഒരു മോഡൽ. സോ ഈ ഒരു വർഷത്തിന് വേറെന്താ സ്പെഷ്യാലിറ്റി എന്നറിയോ? സാഡ്ലി ഇതായിരിക്കും ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഇയർ ഓഫ് മാനുഫാക്ചറിങ്. അതായത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ നിസാൻ 2024 കൂടിയിട്ട് ഈ ഒരു സൂപ്പർ സഫാരി എന്ന് പറയുന്ന ഈ ഒരു മോഡലിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനി നമുക്ക് നോർമൽ പെട്രോൾ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ, അതായത് മോഡേണൈസ്ഡ് ന്യൂ പെട്രോൾ. സോ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും ഈ ഒരു വർഷത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സങ്കടം തോന്നിക്കുന്ന ഒരു കാര്യവും അതാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു സൂപ്പർ സഫാരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2016-17 തൊട്ടിട്ടാണ് ഇത് ആക്ച്വലി വീണ്ടും റീപ്രൊഡക്ഷനിൽ വന്നത്. ആക്ച്വലി അവരൊന്നും ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് പഴയ മോഡലിനെ എടുത്തിട്ട് ഇപ്പോൾ വീണ്ടും മാനുഫാക്ചറിങ് തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ആക്ച്വലി നിസാനിൻ്റെ അടുത്ത് ഓൾഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു ടേം ആക്ച്വലി ആരോ കുത്തിക്കയറ്റി എന്ന് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പറയാം. കാരണം പഴയ മോഡലും പഴയ ഡിസൈനും പഴയ കേപ്പബിലിറ്റീസുമാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ പഴയ രീതിക്കുള്ള ഓൾഡ് സ്കൂൾ ആയിരുന്നില്ല നമുക്ക് വേണ്ടത്. പക്ഷെ എന്നാലും ഇതിന് ആക്ച്വലി ഹോട്ട് ബയേഴ്സ് ആണ് കേട്ടോ. ആക്ച്വലി ഇവിടെയുള്ള അറബ്സും കാര്യങ്ങളൊക്കെ ഇതൊരു ലെജൻഡായിട്ട് അവരുടെ ഗാരേജിലോട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു വെഹിക്കിളാണ്. കാരണം ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ വാങ്ങുന്ന ഒരു വെഹിക്കിളാണ്. സോ ഇതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. സോ കമ്മിങ് ബാക്ക് ടു സൂപ്പർ സഫാരി Y61 പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മരണമാസ് വണ്ടിയാണ് അല്ലേ. അതായത് പഴയ ഒരു ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ ഒരു ബോക്സി ഡിസൈൻ, ഒരു 2 ബോക്സ് ഡിസൈനാണ് നമ്മളുടെ പെട്രോൾ സഫാരിക്ക് വരുന്നത്. 2 ബോക്സ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഗ്രൗണ്ട് ക്ലിയറൻസ്, വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിലും ഏകദേശം 215 മില്ലിമീറ്റേഴ്സ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ. അല്ലാതെ വലിയ എന്താ പറയുക 300 മില്ലിമീറ്ററോ അല്ലെങ്കിൽ 250 എബവ് ഒന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നില്ല. അതുപോലെ തന്നെ അപ്രോച്ച് ആൻഡ് ഡിപ്പാർച്ചർ ആംഗിൾസും 31 to 37 ഡിഗ്രീസ് ആണ് വരുന്നത്. ആക്ച്വലി ഈ ഫിഗേഴ്സ് വെച്ച് നോക്കുമ്പോൾ വലിയ ഓഫ് റോഡിങ് കേപ്പബിലിറ്റീസ് ഒന്നും അല്ല, അല്ലെങ്കിൽ ഓഫ് റോഡിന് സപ്പോർട്ട് ചെയ്യുന്ന വെഹിക്കിൾ ഒന്നും ആയിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഡെസേർട്ടിലെ രാജാവ് എന്ന് വിളിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ 2 വെഹിക്കിൾസിനെ പറയുള്ളൂ. ഒന്ന് നിസാന്റെ പെട്രോൾ സൂപ്പർ സഫാരി, അല്ലെങ്കിൽ നിസാൻ പഴയ പെട്രോൾ Y61, പിന്നെ നമ്മുടെ സ്വന്തം ടൊയോട്ടയുടെ ലാൻഡ് ക്രൂസർ. ഈ 2 വെഹിക്കിൾസിനെയാണ് നമ്മൾ എപ്പോഴും ഡെസേർട്ടിലെ രാജാവ് അല്ലെങ്കിൽ മരുഭൂമിയിലെ രാജാവ് എന്ന് പറയുക അല്ലേ. സോ ആക്ച്വലി അൺസ്റ്റോപ്പബിൾ ആണ് ഈ വെഹിക്കിൾസ് ഒക്കെ. ഒരു ചെറിയൊരു രീതിക്കുള്ള ഒരു ട്യൂണിങ്ങും ചെറിയ രീതിക്കുള്ള ഒരു സസ്പെൻഷൻ ചേഞ്ചും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു ലിഫ്റ്റ് കിറ്റൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ ആക്ച്വലി അൺസ്റ്റോപ്പബിൾ ആണ് എന്ന് തന്നെ പറയണം. ഈ ഒരു നമുക്ക് ഓൾഡ് സ്കൂളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വെഹിക്കിളിന്റെ ഡിസൈനാണ്. അതായത് ഒരു ടൈംലെസ് ഡിസൈനാണ്, 2 ബോക്സ് ഡിസൈൻ ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് സൈഡിൽ അവിടെ സൂപ്പർ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്, കണ്ടില്ലേ ഇതെവിടെ, സൂപ്പർ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ്. ഇത് ആക്ച്വലി 1900s ഇതായത് കാരണം ഇവിടെയും ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി അൽ-ഉസ്ത്ര എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. എന്താണ് അൽ-ഉസ്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിക്കിൽ ദ ലെജൻഡ് എന്നാണ് അതിന് പറയുക. അതാണ് അൽ-ഉസ്ത്ര എഡിഷൻ. സോ ഇതൊരു ഡുവൽ 10 പെയിന്റ് ജോബ് ഒക്കെ ഇപ്പൊ നമുക്ക് പുതിയ മോഡൽസിൽ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിക്കറിംഗ് വർക്കും കാര്യങ്ങളും, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സൈഡ് സ്റ്റെപ്സ് വരുന്നുണ്ട്. 4800 VTC 4.8 ലിറ്റർ പെട്രോൾ ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സംഭവം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബാഡ്ജിങ് ഒരു ചെറിയൊരു ഡിസൈനും അറബിക്കിലൊക്കെ എഴുതിയിട്ട്. സോ 70-inch അലോയ് വീൽസാണ് വരുന്നത്. 275 സെക്ഷൻ ടയേഴ്സ്, ബ്രിഡ്സ്റ്റോണിന്റെ ടയേഴ്സ് ആണ് ലോഡ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഹെഡ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊക്കെ ഓൾഡ് സ്കൂൾ ആണ്. കാരണം പക്ക ഓൾഡ് സ്കൂൾ ഹാലജൻ ഹെഡ് ലാമ്പാണ് വരുന്നത്. നോ LED നത്തിങ്. ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. സെയിം ഫ്രണ്ട് ആൻഡ് ഡിസൈൻ ആണ് പഴയത്. അതുപോലെ തന്നെ നിസാന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. ആക്ച്വലി ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് പോലും വരുന്നില്ല കേട്ടോ, നത്തിങ്. അതായത് പഴയ ഓൾഡ് സ്കൂൾ ഡിസൈനും ഒരു മോഡേൺ ബിറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമായിരുന്നു വരാനായിട്ട്. പക്ഷേ ഓട്ടോ ഹെഡ് ലാംപ്സ് ഒന്നുമില്ല, ഈവൻ വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക് അല്ല, ഒരു രീതിയിലുള്ള കംഫർട്ട് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വരുന്നില്ല. ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എലമെന്റ് വരുന്നത്. ഇനി ബാക്ക് സൈഡും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പക്ക പ്രോപ്പർ ബോക്സി ഡിസൈൻ ആണ് നമുക്ക്.
സോ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കൊരു റിയർ സ്പോയിലർ വരുന്നുണ്ട്. അഗൈൻ അത് ഡ്യുവൽ ടൺ പെയിന്റ് ജോബ് ആയത് കാരണം മുകളിൽ നമുക്ക് ഗ്രേ ഫിനിഷോട് കൂടിയിട്ടാണ് വരുന്നത്. പക്ക ഓൾഡ് സ്കൂൾ ആയത് കാരണം സൂപ്പർ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. ഓൾഡ് സ്കൂൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള 2 സൈഡിലോട്ട് തുറക്കുന്ന ഒരു ഡോറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആക്ച്വലി ഇതിൻ്റെ ഓപ്പണിംഗ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഓക്കെ, കിട്ടിപ്പോയി. ഓക്കെ, സോ ഇങ്ങനെ 2 സൈഡിലോട്ടും തുറക്കുന്ന രീതിക്കുള്ള ഒരു 2 സൈഡഡ് ഡോർസ്, സൈഡ് ഓപ്പണിംഗ് ഡോർസ് ആണ് നമുക്ക് പെട്രോൾ സഫാരിയിൽ തന്നിട്ടുള്ളത്. ആക്ച്വലി പക്ക ഓൾഡ് സ്കൂളാണ് കേട്ടോ. ഡോർ ഹാൻഡിൽസ് ആയിക്കോട്ടെ എല്ലാം ഓൾഡ് സ്കൂളാണ്. ഇവിടെയുള്ള ഒരു ഫിനിഷിങ്ങും അല്ലെങ്കിൽ പഴയ എന്താ പറയുക പെട്രോൾ സഫാരിയിൽ നിന്ന് എടുത്ത് അങ്ങനെ ഇതിൽ വെച്ചിരിക്കുകയാണ്. ഒരു രീതിയിലുള്ള ചേഞ്ചസും ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സ്പേസ് നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇതും നമ്മളുടെ ഓൾഡ് സ്കൂൾ ടൈപ്പ് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന 2 സീറ്റ്സ് ആണ്. ഇത് ഇവിടെ ബക്കിൾ ചെയ്ത് വെക്കാം. ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ഉണ്ട്. ഈവൻ 3 റോ സീറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ പോലും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസാണ് വരുന്നത് ഇവിടെ. സോ അതിലൊന്നും കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ പുറകിൽ വലുതായിട്ടൊന്നും കാണിക്കാനില്ല. ഒരു അടിപൊളി ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. ഒരു ഫുൾ സൈസ്ഡ് കണ്ടില്ലേ, ഡോറൊന്നും നോർമലായിട്ട് ക്ലോസ് ചെയ്താൽ പോരാ, പഴയ വണ്ടി തന്നെയാണല്ലോ. സോ അത് ആ രീതിക്ക് ക്ലോസ് ചെയ്യണം. ഒരു ഫുൾ സൈസ്ഡ് ആയിട്ടുള്ളൊരു സ്പെയർ വീൽ വരുന്നുണ്ട്. സൂപ്പർ സഫാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാക്ക് കവറോട് കൂടിയിട്ട്. സോ ഡിസൈനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ക ഓൾഡ് സ്കൂൾ ഡിസൈനൊക്കെ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. ഒരു പഴയ വണ്ടി വാങ്ങുന്ന ഫീല് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ ചാം ആ ഫീലും കാര്യങ്ങളൊക്കെ സൂപ്പർ സഫാരിയിലുണ്ട്. ജസ്റ്റ് ഇന്റീരിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം. ഗ്രാബ് ഹാൻഡിൽസ്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി. ഇതാണ് ചാവി. നിസാന്റെ അടുത്ത് കാര്യമായിട്ട് ആരോ ഓൾഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓവർ ആക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇതാണ് ചാവി. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഫീല്. കാരണം ഓൾഡ് സ്കൂളൊക്കെ എക്സ്റ്റീരിയറിൽ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഇന്റീരിയറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ വാങ്ങുമ്പോൾ ഓൾഡ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സംഭവം അത്രത്തോളം ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. So every single thing inside this car or outside this car is actually old school എന്ന് തന്നെ പറയണം. കാരണം ഈ ഒരു നോബ് ആയിക്കോട്ടെ, ഇവിടെ വരുന്ന സ്വിച്ചസ് ആയിക്കോട്ടെ, ഇവിടെ കൂൾ ബ്ലോക്സിന്റെ ഓൺ ചെയ്യുന്ന സ്വിച്ച് ഉണ്ട്, റിയർ കൂളറുടെ സ്വിച്ച് ഉണ്ട്, സബ് ടാങ്ക്. എന്താ സംഭവം എന്നറിയോ? നമ്മൾ ടൊയോട്ട ലാൻഡ് ക്രൂസറിലൊക്കെ വരുന്നത് പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ടാങ്ക്, അതായത് 95 ലിറ്റേഴ്സ് ആണ് ഇതിന്റെ വലിയ ടാങ്കിന്റെ ഒരു കപ്പാസിറ്റി. സോ ഇതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മീറ്ററിൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി അനലോഗ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. പ്യൂർലി ഓൾഡ് സ്കൂൾ എന്ന് തന്നെ പറയണം. ഇവിടെ കണ്ടില്ലേ, നോർമൽ ഫ്യൂൽ ടാങ്കും അതിന്റെ മുകളിൽ സബ് എന്ന് പറഞ്ഞിട്ട്. സോ സബ് ടാങ്കും ഉണ്ട്, നോർമൽ ഫ്യൂൽ ടാങ്കും വരുന്നുണ്ട്. സോ സബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ സബിലോട്ട് മാറും, അതല്ലെങ്കിൽ നമ്മൾ നോർമൽ ഇതിലോട്ട് മാറും. സോ അങ്ങനെയുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ പഴയ നോർമൽ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ്, ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് അല്ല. സോ അതുകൊണ്ട് തന്നെ സ്റ്റിയറിംഗ് ആക്ച്വലി ഭയങ്കര ഹെവിയാണ്. പിന്നെ ഓട്ടോ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഓട്ടോ വൈപ്പേഴ്സ് വരുന്നില്ല. ഈ ഒരു സ്ക്രീൻ തന്നെ ഇത് ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ വ്യൂ ക്യാമറ ഭയങ്കര മോശമാണ്. ഈ ക്യാമറയുടെ ക്വാളിറ്റിയൊക്കെ കൂട്ടായിരുന്നു. ഈ 1970s 60s 50s സെയിം ക്യാമറയുടെ ക്വാളിറ്റിയും കൊടുത്തിട്ട് ഇങ്ങനെ ഇറക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതിന്റെ വില ഏകദേശം 300,000 ദിർഹംസിന്റെ അടുത്ത് വരുന്നുണ്ട്. ഓക്സ് കേബിള് CD ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് CD എവിടെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഡിഫറൻഷ്യൽ ലോക്കിന്റെ സ്വിച്ച് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു നമുക്ക് 4x4 ഇത് ഡ്രൈവ് മോഡ്സ്, അതായത് റേഷ്യോസ് ലോയിലും ഹൈയിലും ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിയർ ലിവർ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഓട്ടോമാറ്റിക്, ഇത് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ്, ഒരു 5 സ്പീഡ് മാനുവലിലും അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മളിപ്പോൾ ആക്ച്വലി ഓട്ടോമാറ്റിക്കാണ് ഓടിക്കുന്നത്. പിന്നെ മോഡേണൈസ്ഡ് ആയിട്ട് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഒരു മോഡേൺ ഓപ്ഷൻ ആണ്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സും. ഇതാണ് ഒരു മോഡേൺ ഓപ്ഷൻ ആയിട്ട് നമുക്ക് അഡീഷണലി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ക ഓൾഡ് സ്കൂൾ ടൈപ്പ് ഇന്റീരിയേഴ്സ് ആണ്. സെയിം ഇന്റീരിയേഴ്സ് മതിയായിരുന്നു. എന്നിട്ട് പുതിയ സ്ക്രീനും കുറച്ച് മോഡേൺ എലമെന്റ്സും കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി സൂപ്പർ സഫാരി കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് കുറച്ചുകൂടെ കൊതിയാവുന്ന ഒരു വെഹിക്കിളാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു ചെറിയ ചെറിയ ഓപ്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആയിട്ട് കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ സീറ്റ്സ് ഒക്കെ സൂപ്പർ കംഫർട്ടബിൾ ആണ്. ആ ഓൾഡ് സ്കൂൾ ഫീൽ കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിസാൻ
പക്ക, അതായത് കോപ്പി പേസ്റ്റാ ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും തന്നെ വരുത്താതെ പ്രോപ്പർ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നല്ലൊരു വിലയും കൊടുത്തിട്ട് വേണം എന്നുള്ളവർ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് സൂപ്പർ സഫാരി. സോ ഫ്രണ്ട് റോന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്പേഷ്യസ് ഇന്റീരിയേഴ്സ് ആണ്. നല്ല വിട്ടുള്ള ഒരു കാർ ആയത് കാരണം കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. കമാൻഡിങ് വ്യൂ ആണ് കിട്ടുന്നത്. നമുക്കൊരു ചെറിയൊരു സൺറൂഫ് വരുന്നുണ്ട്. മാനുവൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രിക് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇഷ്ടം പോലെ ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. ഇവിടെ 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 അതുപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. വെഹിക്കിളിന്റെ ഹൈറ്റിനനുസരിച്ച് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കും. പിന്നെ എസ്പെഷ്യലി ഇതൊരു ഓഫ് റോഡ് വെഹിക്കിൾ ആയത് കാരണം തന്നെ പാസഞ്ചേഴ്സിന് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിടിച്ചിരിക്കാനുമായിട്ട്. സോ ഒരു പക്ക ഓൾഡ് സ്കൂൾ ഇന്റീരിയർ ആണ് നിസാൻ പെട്രോൾ സൂപ്പർ സഫാരിക്ക് വരുന്നത്. ഗ്രാബ് ഹാൻഡിൽസ് കണ്ടോ? ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. സോ ഇഷ്ടം പോലെ ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി പെർട്ടിക്കുലർലി ഇതൊരു ഡെസേർട്ടിലെ രാജാവായത് കാരണവും മെയിൻ ആയിട്ട് ഡെസേർട്ട് സഫാരിക്കാണ് ഈ വെഹിക്കിൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാരണവും ഗ്രാബ് ഹാൻഡിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് പിടിച്ചിട്ട് വേണം ഇരിക്കാനായിട്ട് പാസഞ്ചേഴ്സിന്. കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ ആണിത് അല്ലേ? പക്ഷെ എന്നാൽ പോലും ആ ഓൾഡ് സ്കൂൾ, ഞാൻ പറഞ്ഞില്ലേ നിസാൻ ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഈ സീറ്റ്സ് നമുക്ക് കുറച്ച് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതാണ് മാക്സിമം സ്പേസ് കിട്ടുന്നത്. നമുക്ക് കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ ആണ്. നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഈ അപ്രൈറ്റ്നെസ് കാരണം കൊണ്ട് മാത്രം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ് റൂം ഓക്കെയാണ്, ലെഗ് റൂം ഒക്കെ ഡീസെന്റ് ആണ്. ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ മാത്രമേ കുറച്ച് എനിക്കൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നുള്ളൂ. നമുക്ക് ഇൻഡിവിജ്വൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു ഹാൻഡ് റെസ്റ്റും അപ്പുറത്തെ സൈഡ് ഇരിക്കുന്നവർക്ക് വേറൊരു സെപ്പറേറ്റ് ഹാൻഡ് റെസ്റ്റും ആയിട്ട് 2 ഇൻഡിവിജ്വൽ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഒരു ചെറിയ കപ്പ് ഹോൾഡേഴ്സും. സീറ്റ് കംഫർട്ടബിൾ ആണ്. ഈ ഒരു അപ്രൈറ്റ്നെസ് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. എല്ലാം ഓൾഡ് സ്കൂൾ ആണ്. സീറ്റ് ബാക്ക് പോക്കറ്റ്സ് ആയിക്കോട്ടെ, ഈ കൺട്രോളൊക്കെ, ഈ സ്വിച്ചസ് ഒക്കെ കണ്ടില്ലേ? റിയർ കൺട്രോള്, ഇത് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ തന്നെ. പിന്നെ പഴയ ഒരു ആഷ്ട്രേയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നിസാൻ ആക്ച്വലി അടിപൊളിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. കാരണം ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ കിട്ടാനാണ് പാട് അല്ലെ? ഇപ്പൊ മോഡേൺ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ മാനുഫാക്ചർ ചെയ്ത് വരുന്നുള്ളൂ. സോ അപ്പോ ഈ ഉള്ള എലമെന്റ്സ് ഒക്കെ പഴയ രീതിക്ക് മാനുഫാക്ചർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് വില കൂടുതൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, സോ സ്പേസ് കാണിച്ചൊന്ന്. ഇവിടുത്തെ സ്പേസ് ബാക്ക് റോ അഗെയിൻ ഫോർ കംഫർട്ടബിൾ ഓൺലി ഫോർ ചിൽഡ്രൻ എന്ന് തന്നെ പറയുന്നത്. സോ 2 ചെറിയൊരു ഇൻഡിവിജ്വൽ സീറ്റ്സ് ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് ഇതിന്റെ സ്പേസ് വരുന്നത്. സോ ലാസ്റ്റ് ബെഞ്ചിൽ ഇത്രത്തോളം സ്പേസ് ഉള്ളത്. ഇത് കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ്. സോ കുട്ടികൾക്ക് മാത്രമേ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ ചെറിയൊരു ആഷ്ട്രേ, 2 കപ്പ് ഹോൾഡേഴ്സ് ആണ് ആക്ച്വലി ഇവിടെ. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല നിസാൻ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ആക്ച്വലി ബ്രാൻഡ് ന്യൂ ആയിട്ട് മാനുഫാക്ചർ ചെയ്തെടുക്കുമ്പോൾ ഈ സംഭവങ്ങൾ മാനുഫാക്ചർ ചെയ്യാൻ നിസാൻ കുറച്ച് അഡീഷണൽ പൈസ കൊടുത്തു കാണും അവരുടെ സപ്ലയേഴ്സിന്. അതുകൊണ്ടാണ് ഈ വണ്ടിക്ക് വില കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ബോഡി പാനൽസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ കപ്പ് ഹോൾഡേഴ്സിന്റെ പാനൽസ്, ഈ ആഷ്ട്രേ, ഇതൊന്നും നമുക്ക് മോഡേൺ ആയിട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു മോഡേൺ കാറിന്റെ പാനൽസും കാര്യങ്ങളും ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ 2024 വന്നിട്ട് ഒരു 100 വർഷം മുമ്പുള്ള ഒരു കാറിന്റെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റ് കൂടും. കാരണം പഴയ മോഡൽ ചെയ്യണം, ആരും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല, മെറ്റീരിയൽസ് ഡിഫറെന്റ് ആയിരിക്കും. സോ അതുകൊണ്ട് നിസാൻ ആക്ച്വലി കുറച്ച് കൂടുതൽ ഈ വണ്ടിക്ക് ചിലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് പ്രൈസ് കൂടുതൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 4.8 ലിറ്റർ ഇൻലൈൻ 6 സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്യൂണിംഗ് പൊട്ടൻഷ്യൽ ഉള്ളൊരു എഞ്ചിനാണ്, അല്ലെങ്കിൽ ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. വളരെ സ്ലോ ആണ് കേട്ടോ, ഭയങ്കര അൾട്രാ ഫാസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. 0 to 100 ഒക്കെ അപ്രോക്സിമേറ്റ്ലി 11 സെക്കൻഡ്സ് എടുക്കുക, കൺസിഡറിങ് ദ വെയിറ്റ് കൂടെ നമ്മൾ നോക്കണം. പക്ഷേ ഈ വെഹിക്കിൾ ഓടിക്കുമ്പോൾ ഒരു ഇൻഡിസ്ട്രക്റ്റബിൾ ഫീല് കിട്ടുന്നുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ലെജൻഡാക്കി മാറ്റുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വീൽ ഡ്രൈവ് ലോയിൽ ഇടാം, അല്ലെങ്കിൽ ഹൈവേ ക്രൂസിങ്ങിന് അടിപൊളിയാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ആക്ച്വലി ഹെവി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു മോഡേൺ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ മോഡേൺ കാർ ഓടിക്കുന്ന ഒരു ഫീല് കിട്ടില്ല. ഈസി ആയിട്ട് ടേണും ട്വിസ്റ്റും ഒന്നും പറ്റില്ല. ഇപ്പൊ ഇങ്ങനെ ഓടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ നല്ലപോലെ വേണം. എന്നാലേ ഓവർ സ്ലൈഡ്, പവർ സ്ലൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, ലൈക്ക് ലോട്ട്സ് ഓഫ് ഫൺ ടു ഡ്രൈവ് ഇറ്റ് ഓഫ് ദ റോഡ് എന്ന് തന്നെ പറയണം.
അടിപൊളി ഒരു മെഷീനാണ്. 280 BHP പവറും 450 Nm ഓഫ് ടോർക്കും ആണ് പാട്രോളിന്റെ സൂപ്പർ സഫാരി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ട്വീക്സ് ഒക്കെ വേണം. എവിടെ നിങ്ങൾ ഡെസേർട്ടിൽ ഓടിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പെർഫോമൻസ് ട്വീക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അൺസ്റ്റോപ്പബിൾ വെഹിക്കിൾ ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ റോഡ് കംഫർട്ട് കുറച്ച് അടിപൊളിയാണ് ആക്ച്വലി ഈ ഒരു പെട്രോൾ സൂപ്പർ സഫാരിയിൽ. നമ്മളിപ്പോൾ 2 വീൽ ഡ്രൈവ് മോഡിലാണ് കേട്ടോ. 2 വീൽ ഡ്രൈവ് മോഡിൽ ആക്ച്വലി നമ്മളിത് ഓടിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു SUV ആണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു SUV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലത്തെ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞു, അതായത് അപ്രൈറ്റ് ആയിട്ടുള്ള സീറ്റിംഗ് പൊസിഷൻ. അതല്ലാതെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ മാത്രമല്ല, നിങ്ങൾക്ക് ഡെയിലി റണ്ണിന് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് ഹെവി ആണെങ്കിൽ പോലും ഓൺ ദ മൂവ് നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല സ്റ്റിയറിംഗ് ഹെവിനെസ്. മെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഓൾഡ് സ്കൂൾ കണക്ടിവിറ്റി അല്ലെങ്കിൽ 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ പ്രോബ്ലംസ് ആണ് നമുക്ക് തോന്നുക. പക്ഷെ അതല്ലാതെ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ pretty much comfortable for long ഡ്രൈവ്സിനൊന്നും ഈ ഒരു ടെക്കും കാര്യങ്ങളൊന്നും വേണ്ട. മേ ബി ഒരു ബെറ്റർ മ്യൂസിക് സിസ്റ്റം, സ്ക്രീനും കാര്യങ്ങളൊക്കെ മതിയായിരിക്കും. പക്ഷേ 4.8 ലിറ്ററിന്റെ പവറൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. സ്ലഗ്ഗിഷ് ഗിയർ ബോക്സ് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് കാല് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കയറി പൊയ്ക്കോളും. ആ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ക ഓൾഡ് സ്കൂൾ ലെജൻഡ് തന്നെയാണ് ഇപ്പോഴും പെട്രോൾ സൂപ്പർ സഫാരി. 2024 വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഒരു സ്ലഗ്ഗിഷ് ആണ്, സ്ലോ ആണ്, ബിൽഡ് ടു ലാസ്റ്റ് ഫോർ എവർ ആണ് എന്ന് തന്നെ പറയണം. അതാണ് പെട്രോൾ സൂപ്പർ സഫാരിയുടെ ഒരു മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൽ-ഉസ്തറ ദ ലെജൻഡ്, അതായത് സൂപ്പർ സഫാരിയിൽ മാത്രമേ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ വെയിറ്റിന് പുതിയ പെട്രോളിൽ പോലും ഇരിക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു ഓൾഡ് സ്കൂൾ പവർ, ഈ ഒരു ബോഡി പാനൽസിൻ്റെ പവർ, ഇതിൻ്റെ ഒരു ഡിസൈൻ, ഒരു 2 ബോക്സ് ഡിസൈൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത് പ്രോപ്പർലി ഒരു ലെജൻഡ് തന്നെയാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇത് ഈ ഇയറിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആയിട്ട് തീരാൻ പോവാണ്. 2024 അവസാനമാണ്. ഇത് ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലിയർ സൈഡാണ്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ പഴയ ബോഡി പാനൽസും പഴയ സാധനങ്ങളൊന്നും മോഡേൺ ആയിട്ട് സപ്ലയേഴ്സിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. മോഡേൺ ഐറ്റംസ് മാത്രം മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സപ്ലയേഴ്സിന്റെ അടുത്ത് ഇത് ആക്ച്വലി ചോദിക്കാൻ പറ്റില്ല. സോ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം ഉള്ളിലുള്ള ഈവൻ ഡോർ ഹാൻഡിൽസ് ആയിക്കോട്ടെ, ഈ ഓൾഡ് സ്കൂൾ ഡോർ ഹാൻഡിൽ ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും ആക്ച്വലി കുറച്ച് പൈസ കൂടുതൽ കൊടുത്തിട്ട് വേണം മാനുഫാക്ചർ ചെയ്തെടുക്കാനായിട്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം കേട്ടോ. കാരണം മോഡേൺ എലമെന്റ്സ് മാത്രം, ഇപ്പം നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഒരു 100 വർഷം പഴക്കമുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടും അല്ലേ? അതേ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. 300,000 ദിർഹംസോളം പ്രൈസ് വരുന്ന പെട്രോൾ സഫാരിയുടെ റീസൺ ഫോർ ദാറ്റ് പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. പക്ക ഓൾഡ് സ്കൂൾ ആയിപ്പോയി. ഇന്റീരിയറിൽ മാത്രം കുറച്ച് മോഡേൺ എലമെന്റ്സ് കൊണ്ടുവരാമായിരുന്നു. കാരണം നിങ്ങൾ റെഗുലറായിട്ട് ഈ കാർ ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റീരിയറിൽ കുറച്ച് മോഡേൺ എലമെന്റ്സ് വന്നു കഴിഞ്ഞാലേ കുറച്ച് കംഫർട്ടും കൺവീനിയൻസും കൂടുള്ളൂ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ട്രൂലി ലെജൻഡ് ആണ്. നിങ്ങൾക്ക് ഇഫ് യു ക്യാൻ ഓൺ ഇറ്റ്, ജസ്റ്റ് ബൈ ഇറ്റ് ആൻഡ് കീപ് ഇറ്റ് ആസ് എ ക്ലാസിക്. ബിക്കോസ് ഈ വർഷം ആണ് ഇതിൻ്റെ ഒരു എൻഡ് ഓഫ് ദ മാനുഫാക്ചറിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ലെജൻഡറി പെർഫോമൻസ് ഉള്ള ഒരു വെഹിക്കിളാണ്. ഒരുപാട് ട്യൂണിങ് പോസിബിലിറ്റീസ് ഉള്ള ഒരു വെഹിക്കിളാണ്. 4.8 ലിറ്റർ ഇൻലൈൻ 6 എന്ന് പറയുന്നത് ഭയങ്കര കേപ്പബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഒരുപാട് ട്യൂണിങ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ സ്ലോനെസ് നിങ്ങൾക്ക് തോന്നും ഇൻ ടേംസ് ഓഫ് ഗിയർ ബോക്സ്, ഇൻ ടേംസ് ഓഫ് സ്റ്റിയറിംഗ്, ഇൻ ടേംസ് ഓഫ് എവറി ആസ്പെക്ട്. പക്ഷേ ട്രൂലി കേപ്പബിൾ ഓഫ് ദ റോഡ്. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ, ചെറിയ ട്വീക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള ഒരു മിഷനായി മാറും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജസ് കൂടെ ഫോളോ ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.